so high I'm hypnotized. What's up is down, what's left is right. Chasing stars and holding you. I can't see the end, but we'll see it through. Times don't fly too high. Be sure to keep the ground in sight. Fly forever if you keep it tight. Love the world but keep the sky on your mind. അപ്പോൾ അതുകൊണ്ട് ഇവിടെ അങ്ങനെ അപ്പാക്കിയില്ല. പിന്നെ അമ്പലത്തിൽ പോകാനും പറ്റിയില്ല. അമ്മയും അനിയത്തിയും അമ്മായിയും അമ്മയുടെ അനിയത്തി പിന്നെ കുഞ്ഞിനെ വിളിച്ച് അവരമ്പലത്തിൽ പോയിട്ട് രാവിലെ തന്നെ വന്നു. ഇനിയിപ്പോൾ അവിടെ സദ്യയും കാര്യങ്ങളും എല്ലാം പണിയുടെ തിരക്കിലാണ്. ഞാൻ എൻ്റെ ഇടയ്ക്ക് വന്നിട്ടാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. അങ്ങനെ ചെറിയ രീതിയിലൊരു സെലിബ്രേഷൻ്റെ വീഡിയോ ആയിരിക്കും. അപ്പോൾ അതെല്ലാം കാണിച്ചു തരാം. ഇപ്പോൾ അവിടെ എന്താ നടക്കുന്നതെന്ന് ഞാൻ അവിടെ ഭയങ്കര അലമ്പായിട്ടുണ്ടെന്ന്. അപ്പോൾ നമുക്ക് അകത്തെ പരിപാടികൾ എന്താണെന്ന് കാണാം. അപ്പോൾ എൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് കഷ്ണങ്ങൾ മുറിക്കുക എന്നുള്ളതായിരുന്നു. ഞാൻ കുറേ കഷ്ണങ്ങൾ മുറിച്ചു കേട്ടോ. ഇതിപ്പോൾ ലാസ്റ്റത്താണ്. ഞങ്ങൾ ഇങ്ങനെ പൈനാപ്പിൾ, പിന്നെ ഉറുമാമ്പഴം, ആപ്പിൾ അതെല്ലാം മുറിച്ചിട്ട് ഇങ്ങനെ പച്ചടി പോലെ ആക്കില്ലേ. പച്ചടി തന്നെയല്ലേ പിന്നെ പറയുക, ആ ഒരു സാധനം ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇവിടെ ഒരുപാട് കറികൾ ഉണ്ടാക്കുന്നില്ല, കാരണം ഞങ്ങൾ ഒരുമിച്ച് ഇരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. അമ്മൂമ്മയുടെ അവിടെ ആയിരിക്കും ഞങ്ങൾ ഭക്ഷണം കഴിക്കാം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിവിടെ അവിയൽ, പിന്നെന്താ പരിപ്പ് പായസം, പിന്നെ ചിക്കൻ കറി, പിന്നെ ആ പച്ചടി ഞാൻ നേരത്തെ കാണിച്ചു തന്നെ അത്, ഇത്രയും കറികളാണ് ഞങ്ങളിവിടെ ഉണ്ടാക്കുക. പിന്നെ അതുപോലെ ബാക്കി കുറച്ച് കറികൾ, സാമ്പാർ, ഉപ്പേരി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പുറം അമ്മായി ഉണ്ടാക്കി. പിന്നെന്താ അപ്പം അങ്ങനെ ഞങ്ങൾ കറികളൊക്കെ നേരത്തെ ആയി കേട്ടോ. പെട്ടെന്ന് തന്നെ ആയി. കുറച്ചെല്ലാം ഉണ്ടാക്കണ്ട, അവിടെ ഇവിടെ കുറച്ചായിട്ടെല്ലാം ഉണ്ടാക്കി. അപ്പോൾ അത് ചോറ്, പിന്നെ അച്ചാർ അമ്മ തലേ ദിവസം ഉണ്ടാക്കി വെച്ചതാണ്. പിന്നെ അതുപോലെ പാൽപ്പായസം, അവിയൽ, പിന്നെ കക്കരിക്കപ്പരക്ക് ഞങ്ങൾ അങ്ങനെ പറയല്. നിങ്ങൾ എങ്ങനെ പറയലെന്ന് എനിക്കറിയില്ല. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പച്ചടി. ഫ്രൂട്ട്സൊക്കെ മുറിച്ചിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ പയറുപ്പേരി, പപ്പടം, പിന്നെ സാമ്പാർ, അതുപോലെ ചിക്കൻ കറി അച്ഛൻ്റെ സ്പെഷ്യലാണ്. പിന്നെ പരിപ്പ് പായസം, അങ്ങനെ കറികളൊക്കെ ആയി. ഇലയൊക്കെ ഇട്ട് ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് സദ്യയെല്ലാം കഴിച്ചു, റിലാക്സ് ചെയ്ത് കുറേ നേരം ഉറങ്ങി. അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ വേറെ കാര്യമായിട്ട് അതിന് ശേഷമൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇത് തന്നെ ഭയങ്കര ചെറിയ വീഡിയോ ആണ്. അപ്പം അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ അവിടെ അങ്ങനെ പോകാനൊന്നും ഇല്ലല്ലോ, വീട്ടിൽ തന്നെ ഇരുന്നിട്ടുള്ള വിഷു അല്ലേ. അപ്പോൾ പിന്നെ ഇതൊക്കെ തന്നെയല്ലേ ഉണ്ടാവുമല്ലോ. പിന്നെ ഇളയമേലെ വന്നു കേട്ടോ. വൈകുന്നേരം ഇളയമ വന്നു. ഞങ്ങളിങ്ങനെ ബാക്കിയുള്ള പടക്കങ്ങളൊക്കെ ഇങ്ങനെ പൊട്ടിച്ച് ഒരുപാട് വർത്താനം പറഞ്ഞ് കുറേ ലേറ്റായി കേട്ടോ കിടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയായിരുന്നു ഞങ്ങളുടെ വിഷുവിൻ്റെ ആഘോഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സേഫായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരയ്ക്കും ബൈ.